ഹായ് ഫ്രണ്ട്സ്, റിയൽ25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, റിസർച്ച് ഡിപ്പോ വാച്ചർ, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി LGS എന്നീ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക് പോകാം. താഴെ കൊടുത്തതിൽ പെരിയാറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ബി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു. സി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി. ഡി. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ നൈൽ എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി, ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളെ ആണ്. ബി. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ മുഹമ്മദ് ഹബീബുള്ളയാണ്. സി. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ മുഹമ്മദ് ഹബീബുള്ളയാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളെയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ്. ഈ പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. ബ്രിട്ടീഷുകാർ നെൽകൃഷിക്ക് പകരം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ബി. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. സി. 1859 ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു. ഡി. കേരളത്തിൽ തോട്ട വ്യവസായം ആരംഭിച്ചത് തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. ഉത്തരം ഓപ്ഷൻ ഡി. കേരളത്തിൽ തോട്ട വ്യവസായം ആരംഭിച്ചത് തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. ശരിയായ പ്രസ്താവനകൾ: ബ്രിട്ടീഷുകാർ നെൽകൃഷിക്ക് പകരം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. 1859 ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു. താഴെ കൊടുത്തവരിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് ആര്? 1. കലാമണ്ഡലം ഹൈദരാലി. 2. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ. 3. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. 4. പാലക്കാട് പരമേശ്വർ ഭാഗവതർ. ഓപ്ഷൻ എ 1, 4. ബി 3 മാത്രം. സി 4 മാത്രം. ഡി 3, 4. ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം. കഥകളിയുമായി ബന്ധമുള്ളവർ: കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. കുമാരനാശാനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു. ബി. മാതൃചരമത്തെപ്പറ്റി കുമാരനാശാൻ രചിച്ച കൃതിയാണ് അനുതാപം. സി. കുട്ടികൾക്ക് വേണ്ടി ആശാൻ രചിച്ച രാമായണമാണ് പുഷ്പവാടി. ഡി. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. ഉത്തരം ഓപ്ഷൻ സി. കുട്ടികൾക്ക് വേണ്ടി ആശാൻ രചിച്ച രാമായണമാണ് പുഷ്പവാടി. ശരിയായ പ്രസ്താവനകൾ: മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു. മാതൃചർമ്മത്തെപ്പറ്റി കുമാരനാശാൻ രചിച്ച കൃതിയാണ് അനുതാപം. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ്. INS വിക്രാന്തുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയേത്? എ. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചവയിൽ രണ്ടാമത്തെ വലിയ കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ. സി. 2022 സെപ്റ്റംബർ 2 നാവികസേനയുടെ ഭാഗമായി. ഡി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മിച്ചത്. ഉത്തരം ഓപ്ഷൻ എ.
രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചവയിൽ രണ്ടാമത്തെ വലിയ കപ്പൽ. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനിക്കപ്പൽ 2022 സെപ്റ്റംബർ 2 നാവികസേനയുടെ ഭാഗമായി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മിച്ചത്. ചുവടെ പറയുന്നവരിൽ രക്തദാനം പാടില്ലാത്തതാർക്കാണ്? എ. 45 കിലോഗ്രാമിൽ അധികം ഭാരമുള്ളവർ. ബി. 18 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവർ. സി. ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ. ഡി. രക്തദാനം നടത്തി 3 മാസം കഴിഞ്ഞവർ. ഉത്തരം ഓപ്ഷൻ സി. ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ. രക്തദാനം പാടില്ലാത്തത് ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർക്കാണ്. 45 കിലോഗ്രാമിൽ അധികം ഭാരമുള്ളവർ, 18 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവർ, രക്തദാനം നടത്തി 3 മാസം കഴിഞ്ഞവർ എന്നിവർക്ക് രക്തദാനം നടത്താവുന്നതാണ്. ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നവ ഏതെല്ലാം? 1. ആഹാരരീതിയിലെ മാറ്റങ്ങൾ. 2. വ്യായാമമില്ലായ്മ. 3. മാനസിക സമ്മർദ്ദങ്ങൾ. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. ബി 1ഉം 2ഉം മാത്രം. സി 1ഉം 2ഉം 3ഉം. ഡി 1ഉം 3ഉം മാത്രം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം. ആഹാരരീതിയിലെ മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദങ്ങൾ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നവയാണ്. വിറ്റാമിൻ എയെപ്പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. ബി. കണ്ണുകളുടെ ആരോഗ്യത്തിന് പരമപ്രധാനമായ വിറ്റാമിൻ. സി. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ്. ഡി. വർണ്ണാന്ധതയ്ക്ക് കാരണമാവുന്നതും വിറ്റാമിൻ എയുടെ കുറവാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വർണ്ണാന്ധതയ്ക്ക് കാരണമാവുന്നതും വിറ്റാമിൻ എയുടെ കുറവാണ്. ശരിയായ പ്രസ്താവനകൾ: വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. കണ്ണുകളുടെ ആരോഗ്യത്തിന് പരമപ്രധാനമായ വിറ്റാമിൻ. നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ആതിഥേയ രാജ്യം ബഹ്റൈൻ. 2. ജേതാക്കൾ ഫ്രാൻസ്. 3. റണ്ണറപ്പ് അർജന്റീന. 4. മികച്ച താരം കിലിയൻ എംബാപ്പെ. ഓപ്ഷൻ 1ഉം 2ഉം ശരി. ബി 3ഉം 4ഉം ശരി. സി എല്ലാം തെറ്റാണ്. ഡി എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി എല്ലാം തെറ്റാണ്.